Hi friends, welcome to my YouTube channel. ഇന്ന് കുറച്ച് വീഡിയോ ഇട്ടപ്പോൾ ലേറ്റായി പോയപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് കുറച്ച് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസർ കീയും കൂടെ വേണമെന്ന്. അങ്ങനെ ആൻസർ കീ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ടൈം 12:45 ലേറ്റായിപ്പോയി. മോർണിംഗ് ആക്ച്വലി ടൈം കുറവാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് മലയാളത്തിലൊക്കെ മലയാളത്തിൽ ഇട്ട് തരുമോ സാർ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയണത്, നിങ്ങൾ ഈ മലയാളം മീഡിയംകാർ തൽക്കാലം ടൈം വളരെ കുറവാണ്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മലയാളത്തിൽ വേണമെന്ന് ഇട്ടിരിക്കും. അതിൻ്റെ താഴെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുള്ളവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് പിക്ചറായിട്ട് ആ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാൻ പറ്റും. ഇത്രയും മാക്സിമമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ സമയമുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ആൻസർ ഉൾപ്പെടെയാണ് സെക്കൻഡ് സെറ്റിലെ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വന്നത്. അപ്പോൾ അതിൽ ഒരു എനർജി മാനേജ്മെൻറ്റിൻ്റെ പാഠമുണ്ട്. അതിൽ മാത്രം ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. ഉത്തരം നിങ്ങൾക്ക് ടെസ്റ്റിൽ നിന്ന് വായിച്ചാൽ തന്നെ കിട്ടും. സമയം ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ അത് നിങ്ങൾക്ക് ടെസ്റ്റ് വായിച്ചാൽ കിട്ടും. ബാക്കി എല്ലാ ഉത്തരവും ഞാൻ ഇന്ന് കൊടുക്കുന്ന ഫിസിക്സിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണമുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ ലാസ്റ്റ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പൗസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾക്കത് വായിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേനും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതാണ് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ഞാൻ 3 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പിന്നെ 2 പാർട്ടായിട്ട് ചെയ്തു. അപ്പം മാക്സിമം നിങ്ങളത് ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. അഥവാ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവല്ലേ. എഴുതാതെ വരല്ലേ, എഴുതിയിട്ടേ വരാവൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നാ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡയറക്റ്റായിട്ട് ആൻസർ അറിഞ്ഞുകൂടാ. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാലുള്ള കാര്യം പറയണം കേട്ടോ. അപ്പം ഡയറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉത്തരം വേണോ നിങ്ങൾ എഴുതി വെച്ചിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് മാറും. അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമെന്നുള്ള എഴുതുക. മീൻസ് അത് ഒഴിച്ചിട്ടിട്ട് വരല്ലേ. നമ്പർ മാത്രം വെറുതെ ഇട്ടൊന്നും എഴുതാത്തൊരവസ്ഥയിലാക്കിയിട്ട് വരരുത്. നമ്പർ മാത്രം ഇട്ട് വെച്ചിട്ട് വരരുത്. ഫിസിക്സ് എഴുതുമ്പോൾ എപ്പോഴും അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആദ്യം എഴുതി വന്നാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുതലേ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രോബ്ലം ഒന്നും എഴുതി തെറ്റിക്കരുത്. അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ വരുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാമോ, അത് സ്പീഡിലൊക്കെ എഴുതി മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വെച്ച് നിങ്ങൾ ആ പ്രോബ്ലം പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ തെറ്റിച്ചെന്ന് വരും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ ഫിസിക്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. എളുപ്പമാണ്. കുറച്ച് വർക്ക് ചെയ്ത് ഞാൻ അത് കഷ്ടപ്പെട്ടത് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ അടുത്ത് 1-2 ഫ്രണ്ട്സ് ചോദിച്ചു കേട്ടോ, ഒന്നാമത്തെ പാഠം ഇന്നലെ ഇട്ട ഏതൊക്കെയോ പാഠം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നതിനും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം തിങ്കളാഴ്ച പരീക്ഷ, അതിൻ്റെ ഇടയ്ക്ക് ഓരോ പാഠമായിട്ട് എടുത്ത് ഡിസ്ക്രൈബ് ചെയ്ത് ബ്രീഫ് ചെയ്ത് നിൽക്കാൻ ടൈം കുറവായതുകൊണ്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കും ചാനൽ. നിങ്ങൾക്ക് ഇനി ഭാവിയിൽ യൂസ്ഫുൾ ആയിട്ട് വരും. ഞാൻ +1 +2 ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തരാം. നിങ്ങൾ +1 +2 പോകുമ്പോൾ ഈ സബ്ജക്റ്റ് വൈസ് ആണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് വൈസ് ആയിട്ട് പോകുമ്പോഴത്തേനും ഞാൻ ആ നോട്ട്സ് നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്തിട്ട് തരാം. അതിൻ്റെ ഡൗട്ട്സ് ഞാൻ ഉറപ്പായിട്ട് ക്ലാരിറ്റി ചെയ്ത് തരാം. അപ്പോൾ ഇനി ഒരുപാട് ടൈം ഉണ്ടല്ലോ +1 +2 ഒക്കെ. മാത്രമല്ല വെക്കേഷന് നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് തരാം. ഇംഗ്ലീഷ് ഗ്രാമർ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല നിങ്ങളെ കുറച്ച് പേർക്ക് ഈ മറന്നു പോണ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടൊരു വീഡിയോയും കൂടെ ചെയ്യണുണ്ട്, മറന്നു പോണത് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളെ ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ടു. ആദ്യത്തെ സെറ്റ് പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ രണ്ടാമത്തെ സെറ്റ് തരുന്ന ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. അതിൽ എനർജി മാനേജ്മെൻറ്റിൻ്റെ ഒരു പാഠമുണ്ട്, അത് ലാസ്റ്റ് പാഠമാണ്. അതിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലെ ഉത്തരങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് വേണം അത് എഴുതാനായിട്ട്. പിന്നെ ഇനിയുള്ളത് മാത്സ് ആണ്. പിന്നെ ഉള്ളത് സോഷ്യൽ സയൻസ് ആണ്. ഇത്രയാണ് എൻ്റെ ഊഹം. ശരിയാണ്. സയൻസ് ഞാൻ ഇന്നത്തോടെ ആകുമ്പോഴത്തേനും സയൻസ് കംപ്ലീറ്റ് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ ടോപ്പിക്കും കൂടെ ആകുമ്പം സയൻസിൻ്റെ ഏകദേശം ഫിനിഷായി. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോയി കഴിയണം. പിന്നെ തിങ്കളാഴ്ച ഫിസിക്സ് പരീക്ഷയൊക്കെ എഴുതി വന്നിട്ട് സാറ് പറഞ്ഞ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ വരും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇത്രയും വർഷം പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയ വിശ്വാസമുണ്ട്. ഇത്രയും പഠിച്ചിട്ട് പോയാൽ ലാഗാവാൻ കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് വർക്ക് കിടക്കണം. യൂട്യൂബ് വീഡിയോസ് ഒന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും കുറച്ച് പിന്നെ ഞാൻ ഇത് എക്സാമിന് മുന്നേ ഇട്ടാലും നിങ്ങൾ എക്സാമിന്
ഒക്കെ അടുപ്പിച്ചിട്ടാണ് കൂടുതൽ ഇഷ്ടം. ഒന്ന് യൂട്യൂബിലൊക്കെ കയറി ഒന്ന് നോക്കാനൊക്കെ ഒരു താല്പര്യം. കാരണം വേറെ ഒന്നുമില്ല, പരീക്ഷ അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ ക്യൂരിയോസിറ്റി കാണിക്കും, കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുമോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുമോ എന്നുള്ളത്. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടാലും ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കില്ലായിരുന്നായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് എനിക്ക് മാക്സിമം നിങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ്, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഒരുപാട് വീഡിയോസായിട്ട് ഇനി ഞാൻ ഓടിയെത്തും നിങ്ങളെ ഫ്രണ്ടിൽ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാ വീഡിയോസും കാണുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യണുണ്ട്. സോ അതും കൂടെ നിങ്ങൾ നന്നായിട്ട് ഒന്ന് ഒരു പൗസ് ചെയ്ത് നിർത്തിയിട്ട് പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഓക്കെ, പഠിക്കുകയെ ഉള്ളതാണല്ലോ, ഇരുന്ന് പഠിക്കണം. ഓക്കെ, എന്താണെന്നറിയാമോ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങളത് ചുമ്മാ ഒന്ന് പരതി നോക്കിയിട്ട് പോവാതെ അത് പഠിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. നല്ല മാർക്കൊക്കെ വാങ്ങിക്കണം. പിന്നെ അടുത്ത് നിങ്ങളെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം, എഴുതിയെടുക്കണം, പൗസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഗുഡ് നൈറ്റ്.